ഹായ് ഫ്രണ്ട്സ്, ബിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോണത് ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്സുകളെ കുറിച്ചാണ്. അതായത് എങ്ങനെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കുറച്ച് കൂടുതൽ സമ്പാദിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോണത്. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ നമ്മുടെ നാട്ടിലായിട്ട് വളരെ കണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പം പല ആളോടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സാലറി കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ സാലറിയിൽ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല, എല്ലാ ചിലവും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പൈസ പോലും നമുക്ക് എടുക്കാനില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിക്ഷേപിക്കാൻ വേണ്ടി പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പല ആൾക്കാരും പറയുന്നതാണ് ശരിക്കും. അപ്പം അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ കാര്യമല്ല ശരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ സാലറി ആണെങ്കിൽ ചെറിയ സാലറിയിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റി വെച്ച് ശരിക്കും സമ്പാദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു കടമ നമുക്കുള്ളതാണ് ശരിക്കും. ഇപ്പം നമ്മൾ സമ്പാദിച്ചാൽ തന്നെയാണ് നമുക്ക് ഭാവിയിലോട്ട് വളരെ നന്നായിട്ട് ജീവിക്കാനും വളരെ നല്ല കുറേ ഗോളുകൾ അച്ചീവ് ചെയ്യാനും നമുക്ക് സാധിക്കുള്ളൂ. അത് നമ്മളൊന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും ശരിക്കും. അപ്പം ഇപ്പം കുറഞ്ഞ സാലറി ഉള്ളവർ വരെ എങ്ങനെ സമ്പാദിക്കുന്നു, അല്ലെ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോക്കകത്ത് നമ്മുടെ ചാനലിനകത്തും പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു എക്സ്ക്യൂസ് വെച്ച് നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ നമ്മൾ നീട്ടി വെക്കാൻ പാടില്ല. ചിലവരുണ്ട് ഇപ്പം ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം, ഇന്നല്ല നമുക്ക് അടുത്ത മാസം 1-ാം തീയതി മുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇന്നോട്ട് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്നോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങുവാണ് എന്നൊരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കണം ഇതിൻ്റെ അത് ശരിക്കും. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് ടിപ്സ് ഉണ്ട്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിൻ്റെ അത് മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുപ്രായത്തിലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും ചെറുപ്രായത്തിലെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്ററായ നമ്മുടെ വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചെറുപ്രായത്തിലെ, അതായത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ, ഇപ്പം നമുക്ക് 15-ാമത്തെ വയസ്സാണെങ്കിൽ 15-ാമത്തെ വയസ്സ് ഇൻവെസ്റ്റ് ചെയ്യുക. ആ 15-ാമത്തെ വയസ്സ് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മഹാത്ഭുതം, അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ വലിയൊരു മഹാത്ഭുതത്തിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ 15-ാമത്തെ വയസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാന്ന് പറഞ്ഞാൽ നമുക്കൊരു 35-40 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും, കോമ്പൗണ്ടിങ്ങിന് വഴി ലഭിക്കുകയും നമ്മൾ അപ്പം തന്നെ റിട്ടയർ ആകാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അത് സംഭവിക്കുകയും ചെയ്യും. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറുപ്രായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയും എനിക്ക് കുറഞ്ഞ സാലറിയിലായിരിക്കും വരുന്നത്. കുറഞ്ഞ സാലറി എനിക്ക് പറഞ്ഞാൽ ഈ ചെറുപ്രായത്തിൽ നമുക്ക് അത്ര വലിയ അത്യാവശ്യങ്ങളോ അല്ല അത്ര വെച്ച കാര്യങ്ങളോ നമ്മൾ കുടുംബത്തിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ശരിക്കും ഫാദർ തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ആ ഒരു വലിയൊരു തുക ശരിക്കും നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ചെറിയ തുക നമുക്ക് ചെറുതായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ ചെറിയ തുക വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ഭാവിയിലോട്ട് ആ ടേം, അതായത് ആ ഒരു കാലയളവ് നമുക്ക് കൂട്ടി കിട്ടുന്നതാണ് ശരിക്കും. അപ്പം നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ തുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എത്ര തുക മുടക്കണമെന്നോ അതൊന്നുമല്ല നമ്മുടെ ശരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ തീരുമാനിക്കുന്നത്. നമ്മൾ എത്ര കാലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു റിട്ടേൺ നമുക്ക് തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ചെറുപ്രായത്തിലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. 15-ാമത്തെ വയസ്സെങ്കിൽ 15-ാമത്തെ വയസ്സ് ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ബൃഹത്തായ ഒരു മാജിക് ഉണ്ട്. ആ മാജിക്കിൻ്റെ ശരിക്കും വലിയൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ആ 15-ാമത്തെ വയസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ അത് മെയിനായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഏറ്റവും ചെറുപ്രായത്തിലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഫസ്റ്റിലത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപകട സാധ്യത, അതായത് നമ്മുടെ ഏറ്റവും ചെറുപ്രായത്തിലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അപകട സാധ്യത ഏറ്റവും കുറഞ്ഞിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പം മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ലോങ് ടൈമിലേക്ക് പോകുമ്പോൾ ശരിക്കും നമുക്ക് ഇപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ കണക്കെടുത്ത് നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ ഈ ബിലോ 10% ആയിട്ടുള്ള റിട്ടേൺ വളരെ കുറവായിരിക്കും ശരിക്കും. അപ്പം അത് മെയിനായിട്ടൊരു കാര്യമാണ് ശരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഈ അപകട സാധ്യത ഏറ്റവും കുറഞ്ഞതായിരിക്കും. ഇപ്പോൾ ഒരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷത്തിന് കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താണ് പറയുന്നത് ഒരു വലിയൊരു റിട്ടേൺ നമുക്ക് ലഭിക്കും, കോമ്പൗണ്ടിങ് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഒരു 10%-ന് താഴത്തേക്ക് വരുന്ന
ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു സംഭവം നമുക്ക് ലഭിക്കും. അതായത് ഏറ്റവും കൂടുതൽ 10%, ഏറ്റവും കുറഞ്ഞത് 10% ആയിരിക്കും, മാക്സിമം അതിൽ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരിക്കും ഈ ലോങ് ടൈമിലേക്ക്, അതായത് ഈ അപകട സാധ്യത ലോങ് ടൈമിലേക്ക് കുറയുന്നു എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. പറഞ്ഞാൽ ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നമുക്ക് അപകട സാധ്യത ഏറ്റവും കുറഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നമ്മൾ വൈവിധ്യീകരിക്കണം. അതായത് നമ്മുടെ പേപ്പർ അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റ് ഉണ്ട്. പേപ്പർ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താണ് പറയുന്നത്, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സോവേറിയൻ ഗോൾഡ്, അങ്ങനെയൊക്കെ പേപ്പർ അസറ്റ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പം നമുക്ക് കാണാൻ പറ്റാത്തതല്ല, അത് നമ്മുടെ ഫിസിക്കലായിട്ട് അല്ലാത്ത എല്ലാം നമ്മുടെ പേപ്പർ അസറ്റ്സ് ആണ്. അപ്പോൾ ആ പേപ്പർ അസറ്റ്സ് ശരിക്കും നമുക്ക് വളരെ നല്ല സംഭവമാണ്. നമുക്ക് വൈവിധ്യീകരിക്കേണ്ട ആവശ്യമുണ്ട് ശരിക്കും പേപ്പർ അസറ്റ്സ് ഒന്ന്. പിന്നെ അതുകൂടാതെ ഫിസിക്കൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വീടുണ്ട്, നമ്മുടെ സ്വർണ്ണമുണ്ട്. പേപ്പർ സ്വർണ്ണം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണം, അതുപോലെയുള്ള സ്വർണ്ണങ്ങളുണ്ട്, വീടുകളുണ്ട്, പിന്നെ റിയൽ എസ്റ്റേറ്റ് നമുക്ക് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട്, ഇപ്പോൾ കടകളെങ്കിൽ കടകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഫിസിക്കൽ അസറ്റാണ് ശരിക്കും. ഈ ഫിസിക്കൽ അസറ്റും അതുപോലെ തന്നെ പേപ്പർ അസറ്റും നമുക്ക് വൈവിധ്യീകരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു എന്താണ് പറയുന്നത്, കൂടുതലായിട്ട് നമുക്ക് കാലവർഷം ഇതെല്ലാം കൂടി നമ്മുടെ ഫിസിക്കൽ അസറ്റിനെ മൊത്തം നമുക്ക് ഇപ്പം എക്സാമ്പിൾ നമുക്ക് ഈ ഇടയ്ക്ക് കണ്ടുപോയാണ്, ഇപ്പം ഫിസിക്കൽ അസറ്റ് മൊത്തം നമുക്ക് മൊത്തം പോവുകയാണ് ശരിക്കും. ഈ കാലവർഷക്കെടുതി എല്ലാ സംഭവങ്ങളെല്ലാം പോകണം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പേപ്പർ അസറ്റും കൂടെ നമുക്ക് ഉൾപ്പെടുവാണെങ്കിൽ, അപ്പം ഈ ഫിസിക്കൽ അസറ്റ് പോയാലും നമുക്ക് ആ പേപ്പർ അസറ്റ്സ് ഒരിക്കലും നമ്മുടെ പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്താനുള്ളൊരു പോകുമ്പോഴും നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പേപ്പർ അസറ്റ് എന്ന് പറഞ്ഞാൽ, പേപ്പർ അസറ്റ് പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പം സ്റ്റോക്സ് അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് താന്ന് പോകുന്ന അവസ്ഥയാണ് ഈ പേപ്പർ അസറ്റ്സ് പോവുക എന്ന് പറയുന്നത്. പക്ഷെ പോവല്ല ശരിക്കും, അത് നമ്മൾ ഒന്നും മെയിൻറ്റെയിൻ ചെയ്താൽ ദീർഘകാലത്തേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അത് വളരെ നന്നായിട്ട് തിരിച്ച് കയറി തന്നെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഫിസിക്കൽ അസറ്റ് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ച് കയറി വരത്തില്ല. പക്ഷെ പേപ്പർ അസറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറി വരുന്നത് ഏത് സാഹചര്യമാണ്. ഇപ്പോൾ കൊറോണ ആയിട്ട് പോലും നമ്മുടെ പേപ്പർ അസറ്റ് താഴത്ത് പോയിട്ട് തിരിച്ച് കയറി വന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ വൈവിധ്യീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശരിക്കും. നാലാമത്തെ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഗോൾ ബേസ് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അത് ഗോൾ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഗോൾസ് ഉണ്ടാവും. ഒന്ന് ഷോർട്ട് ടൈം ഗോൾസും ഉണ്ടാവും, ഒന്ന് ലോങ് ടൈം ഗോൾസും ഉണ്ടാവും. ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു 3-4 വർഷത്തിനുള്ളിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട ഗോൾസ് ആണ് ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറഞ്ഞാൽ. ലോങ് ടൈം ഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടൈം, അതായത് 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട ഗോൾസ് ആണ് ലോങ് ടൈം ഗോൾസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ലോങ് ടൈം ഗോൾസ് നമുക്ക് മെയിനായിട്ട് പറയുവാണെങ്കിൽ അത് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ സ്റ്റോക്സോ ബേസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ലോങ് ടൈം ഗോൾസിന് ഏറ്റവും പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഡെപ്റ്റ് ഫണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം KSFO, അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം ഫിക്സഡ് ഡെപ്പോസിറ്റോ, അല്ലെങ്കിൽ റെക്കറന്റ് ഡെപ്പോസിറ്റോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ഷോർട്ട് ടൈം ഫണ്ട്സ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യുക. ലോങ് ടൈം ഗോൾസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്സും ആണ്. ബിക്കോസ് അത്രയും വലിയൊരു കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് പ്രധാനമായും അവിടെയാണ്. അപ്പം ഈ ഒരു നാലാമത്തെ കാര്യം മെയിനായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു നമുക്കൊരു വെറുതെ ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഓരോ ഗോൾ ബേസ് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഈ ലോങ് ടൈം ഗോൾസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോളാണ് ശരിക്കും റിട്ടയർമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ആ റിട്ടയർമെന്റ് ഫണ്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ചെറുപ്പത്തിൽ, അതായത് ഏറ്റവും ചെറുതിൽ തന്നെ, ഏറ്റവും ഇപ്പോൾ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ വളരെ വലിയ, അതായത് റിട്ടയർമെന്റ് കാലമൊക്കെ ആകുമ്പോൾ വളരെ വലിയൊരു കോർപ്പസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ലോങ് ടൈമിലേക്ക് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഏത് തരം നിക്ഷേപം, അതായത് ഇപ്പം നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വേണം നമുക്ക് ഏത് തരം നിക്ഷേപം അങ്ങനെ തീരുമാനിക്കുന്നതല്ലേ. ഇപ്പം എല്ലാം കൊണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇടുക, അല്ല എല്ലാം കൊണ്ട് സ്റ്റോക്കിൽ ഇടുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുതും. നിങ്ങളുടെ സാഹചര്യം, അപ്പം നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് എത്ര രൂപ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു ലോങ് ടൈമിലോട്ട് നിക്ഷേപിക്കുക. അല്ലാതെ നമുക്ക് എല്ലാ പൈസയും കൂടെ എടുത്ത് ലോങ് ടൈം ഇട്ടിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നടത്തേണ്ടതിൻ്റെ ഒരു പൈസ നമ്മൾ മാറ്റി വെച്ചിട്ട് അവരിപ്പം 1000 രൂപയ്ക്ക് 1000 രൂപ, ആ 1000 രൂപ എടുത്ത് നിങ്ങൾ ലോങ് ടൈമിലേക്ക് നിക്ഷേപിച്ചാൽ മതി. ഇപ്പോൾ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് 2000 രൂപ, ആ ഒരു നിക്ഷേപം നിങ്ങൾ ലോങ് ടൈമിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പം ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ബേസ് വേണം നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കാനായിട്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പുതിയതായിട്ട് കടക്കുവാനും. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് വേണം. പിന്നെ അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എല്ലാ വർഷവും, അതായത് ഇപ്പോഴത്തെ ഒരു സംഭവം അനുസരിച്ച് ഇപ്പം എല്ലാ വർഷവും നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്യണത് വളരെ നല്ലതായിരിക്കും ശരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ പോർട്ട്ഫോളിയോസ് ചെക്ക് ചെയ്ത്
ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും ശരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.